പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിലകൊള്ളുന്ന മാസം ഇമാമുന ശാഫഈ തങ്ങളെ ഓർക്കുന്ന ദിവസമാണ്. ആരാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ മലഅത തിബാഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബി മുഹമ്മദി. ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത് മുഴുവനും എവിടെ നിന്നാണ്? ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മദീനയിൽ പഠിക്കുമ്പോൾ കിട്ടിയ പൊരുത്തമാണ്, ദാനങ്ങളാണ്, സമ്മാനമാണ്. ഇമാമുദ്ദുനിയാ വ ഇമാമുൽ അഇമ്മ വ ഫഖീഹുൽ ഫുഖഹാ വ ഇമാമുൽ മുജ്തഹിദീൻ അൽ ജാമിഉ സുന്നത്തിൻ നബവിയ്യ വൽ ആസാരിൻ നബവിയ്യത്തു ശരീഫ. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. ശാഫഈ ഇമാമിനെ ഓർക്കുന്ന സമയമാണ് റജബ് 29. ഇമാമുൽ അഇമ്മ, ലോകത്ത് വർണ്ണനയ്ക്ക് വിധേയം പറഞ്ഞാൽ മാ റഫഅ അഹദുൻ ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ലിൽ ഇമാം ശാഫഈ. ലോകത്ത് പേന എടുത്തവർക്ക് മുഴുവനും ഇമാമുന ശാഫഈ തങ്ങളോട് കടപ്പാടുണ്ട്. ലോകത്തുള്ള എല്ലാ രചനകൾക്കും ഹനഫികളാകട്ടെ, മാലിക്കികളാകട്ടെ, ഹംബലികളാകട്ടെ, 4 മദ്ഹബിൽ നിന്നും പിൽക്കാലത്ത് രചന നടത്തിയ മുഴുവൻ ആളുകൾക്കും ഇമാമുന ശാഫഈ തങ്ങൾ അർ-റിസാലയോട് കടപ്പാടുണ്ട്. അർ-റിസാല എന്ന ഗ്രന്ഥം ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ്. ലോകത്തുള്ള മുഴുവൻ രചനകൾക്കും, ദീനിന്റെയും ഇജ്തിഹാദിന്റെയും മുഴുവൻ രചനകൾക്കും അതിനോട് കടപ്പാടുണ്ട്. വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനും എല്ലാ സമ്മാനങ്ങളുടെയും സ്രോതസ്സാരാണ്. അതേ ഹബീബുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ മദീനയിൽ എത്തി. മദീനയിൽ താമസിക്കുമ്പോൾ മദീനയെ അനുഭവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ, മദീനത്തെ പോണവരല്ല. ചില ആളുകൾ ചോദിക്കും, ഹജ്ജിന് പോകുമ്പോ എന്തിനാ മദീനത്ത് പോണത്? മദീനത്ത് ഹജ്ജില്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കണം, നീ മദീനത്ത് പോണ്ട.